മൗണ്ടെയ്ൻസ് ആർ ഓൾവേസ് എ ഹീലിംഗ് പ്ലേസ്. എന്തൊക്കെ മോശം സിറ്റുവേഷൻ ആണെങ്കിലും ബൈക്കോ കാറോ ഒക്കെ എടുത്ത് കുറച്ച് നല്ല ആൾക്കാരുടെ ഒപ്പം ഒരു ഡ്രൈവ്, ഒരു കട്ടനും ചൂടും മാഗിയും ഒക്കെ കഴിച്ച് നല്ല കോടമഞ്ഞും മഴയും വെയിലും ഒക്കെ കണ്ട് ഒരു മല കയറുമ്പോൾ കിട്ടുന്ന ഫീൽ, ഇറ്റ്സ് സോ ഗുഡ്. വെൽക്കം ടു വാഗമൺ സീരീസ്. ഹേ മേറ്റ്സ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഇന്ന് ചെറിയൊരു റൈഡ് പോവാണ്. സോളോ ഡ്രൈവറല്ല, എൻ്റെ ചേട്ടായി ഉണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, ചോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് വാഗമണാണ്, ബൈക്ക് റൈഡാട്ടോ. അപ്പോൾ ഞാൻ അപ്പനും അമ്മേനെയും ക്യാമറയിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അവർ ഹായൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ അവർ താട്ടൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ റോം വിത്ത് റപ്പു. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം ടൗണിൽ നിന്ന് തന്നെ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്ത് ഇറങ്ങാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്, കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഹില്ലി ഏരിയ ആണ്, എവിടെയൊക്കെയാ പമ്പ് ഉണ്ടാവുക എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സോ ലെറ്റ്സ് ഗോ. ഗോപ്രോ ചെറിയൊരു പണി കിട്ടി, ഗോപ്രോ ഓൺ ആവുന്നില്ല. ഐ തിങ്ക് സോ ചാർജിൻ്റെ അല്ല, വേറെ എന്തോ കുഴപ്പമാണ്. സോ പോകുന്ന വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. യെസ്, ചോട്ട് വന്നു. അവരങ്ങനെ പോയി ഗ്ലൂറി ചോട്ടു. അത് വെക്കാതെ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് പോകുന്ന എൻ്റെ ബൈക്കുണ്ട്, ക്ലാസിക് 500, പിന്നെ സിബിച്ചായൻ്റെ ബൈക്കാണ് ചേട്ടനെടുത്ത്. ഇത് സ്റ്റാൻഡേർഡ് 500 ആണ്. പിന്നെ ചോട്ടുവിൻ്റെ ഹിമാലയൻ പുതിയ മോഡലാണ്. ആൻഡ് നമ്മുടെ ഒപ്പം ഒരാളിവിടെ ഉണ്ട്, കിച്ചു ഉണ്ട്. കിച്ചു കോട്ടയത്ത് നിന്ന് നേരെ ഇവിടേക്ക് വാഗമണിലേക്ക് എത്തും. ആ ടോൾഡ് വരെ എൻ്റെ ഗോപ്രോയ്ക്ക് എന്തോ പറ്റിയെന്ന്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് എങ്ങനെയോ അത് ഓണായി. അപ്പോൾ അത് റെക്കോർഡിങ് കാണുമെന്നുള്ള ഒരു ചെക്കിങ് ആയിരുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് സമയം പോയതായിരുന്നില്ല, ശരിക്കും ലേറ്റായി. നമ്മളിന്ന് പോകുന്ന റൂട്ട് പെരുമ്പാവൂർ, തൊടുപുഴ, മുട്ടം, പിന്നെ നേരെ വാഗമണാണ്. അപ്പോൾ മുട്ടം തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നല്ല മഴ കിട്ടി. അപ്പോൾ തന്നെ വേഗം വണ്ടി ഒതുക്കി റെയിൻകോട്ടും ഗ്ലൗവൊക്കെ ഇട്ട് ഗിയറപ്പ് ചെയ്തു. ഞാൻ ഇയർഫോണും വെച്ച് ലൈറ്റ് നല്ല ചിറാപ്പുഞ്ചി പാട്ടും വെച്ച് അങ്ങോട്ട് പോയി. ആൻഡ് മുട്ടത്ത് നമുക്ക് ഏകദേശം ഒരു 35 കിലോമീറ്റേഴ്സിന് അടുത്തുണ്ട് വാഗമൺ. കാഞ്ഞാറത്ത് റൈറ്റ് തിരിഞ്ഞാൽ പിന്നെ ചെറിയ റോഡാണ് തന്നെ, ഒരു ഗ്രാമപ്രദേശം കൂടെ പോകുന്ന റോഡാണ്. അപ്പോൾ അത് നമ്മൾ മാത്രം ഉണ്ടാവില്ല, ഏകദേശം നമ്മൾ വാഗമൺ എത്ര വരെ വേറെ വണ്ടി ഒന്നും ഉണ്ടായില്ല. കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര കോടാന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയായിരുന്നു. നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടി ലിറ്ററലി കാണാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. എന്നിട്ട് എൻ്റെ ലൈറ്റ് വൈറ്റ് ലൈറ്റാണ്, ചേട്ടൻ്റെ വണ്ടിയുടെയാണ് യെല്ലോ ലൈറ്റ്. അപ്പോൾ അവിടെ ചേട്ടൻ്റെ മുന്നോട്ട് ഞങ്ങൾ ഭയങ്കര സ്ലോയിലാണ് പിന്നെ വണ്ടി ഓടിച്ചത്. അടിപൊളിയായിരുന്നു. ഫുൾ കോട വന്നു, ഫുൾ കോട വന്നു, മഴയും കോട വന്നുമായിരുന്നു. Oh man. അതെ, അത് ആർട്ടിഫിഷ്യൽ, അത് ആർട്ടിഫിഷ്യൽ, അത് ആർട്ടിഫിഷ്യൽ. കോടമഞ്ഞിൽ ബിൽക്കോ, കോടമഞ്ഞിൽ ബിൽക്കോ, വാഗമണിന് മുന്നിൽ കോടമഞ്ഞിൽ ബിൽക്കോ. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഏകദേശം എത്ര മണി? 9:30. How was the ride so far? So good അല്ലേ? So good. യെസ്, നമ്മുടെ റൂം. യെസ്, റൂം ടൂറാണ്. വെരി ഗുഡ്, റൈറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല റൂമാണ്. ആൻഡ് നല്ല ബാൽക്കണി ഉണ്ട് കേട്ടോ, നല്ല ബാൽക്കണി ഉണ്ട്. നല്ല വ്യൂ ആയിരിക്കും അങ്ങോട്ട് നോക്കും. ഫുള്ള് തേയിലത്തോട്ടാണ് ചുറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട്. ഗുഡ് വൺ. ആൻഡ് വാഷ്റൂം. അമ്മേ, യെസ് ചോട്ടു വാഷ്റൂം പൊളിക്ക്. ദേ ഹായ് ചോട്ടു, വാഷ്റൂം നോക്കിയൊക്കെ ബാത്റൂമൊക്കെ ഉണ്ട്. കത്തിയാ ലേശം വെള്ളം വേണേ. റൂമിലാണ്, പുതിയ റിസോർട്ടാ. ഗുഡ് മോർണിംഗ്. ഓ എടോ അല്ല കിച്ചു, ഗുഡ് മോർണിംഗ് പറ. ശബ്ദമൊക്കെ
നല്ല സെറ്റപ്പായി. രാത്രി പൂളി ചാടിയതാ. വ്യൂ യെസ്, ഇതാണ് നമ്മുടെ വ്യൂ, നമ്മുടെ ബാൽക്കണി വ്യൂ. അത് ഈ ഉണക്കായിട്ടൊക്കെ എടുത്തോണ്ട് പോയേ. ഓ രാത്രി ഇന്നലെ പൂള് പോയതിൻ്റെയാണ്. ശബ്ദമെല്ലാം തീരുമാനമായിട്ട്. ഓ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. ബട്ടൂരൊക്കെ തീർന്നു. 5 മുട്ട എൻ്റെ അല്ല, 1 മുട്ട കിച്ചുവിൻ്റെ, 1 മുട്ട ബേസിൽ ചോട്ടുവിൻ്റെ, 2 മുട്ട ഉണ്ട്. 3 റാഫേലിൻ്റെ. 3 എൻ്റെ 3. ഇതാണ് ഇവിടുത്തെ പൂള്. അവിടെ ഇന്നത്തെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യേ കളിച്ചോ. നമ്മൾ ഇറങ്ങാണ്. എൻ്റെ ബാഗ് സെറ്റാക്കി ചോട്ടൂടെ സെറ്റാക്കി ചോട്ടു വേഗം. സോ ഇത് നല്ലൊരു മഴ ക്ലൈമറ്റാണ്. നല്ല ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ കിട്ടി. സോ റെയിൻകോട്ട് എല്ലാം. നമ്മൾ പോകുന്നത് വരാട്ടുമേടാണ്. വരാട്ടുമേട് എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി ഭയങ്കര പോപ്പുലറായ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല ഒരു വ്യൂ പോയിൻ്റാണത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നൊരു കോട്ടാണ്. നേരെ പോയി ആ സ്ഥലം കണ്ട് തിരിച്ചു വരുന്നതല്ല, ആ പോകുന്ന വഴിയും അവിടുത്തെ കാഴ്ചകളും അത് ആസ്വദിക്കുമ്പോഴാണ് ഇറ്റ്സ് കോൾഡ് യാത്ര. നമ്മളിവിടെ ഒരു ചെറിയ ഷോപ്പ് എടുത്ത് ഒരു ചായ എടുത്തിട്ട് പറഞ്ഞു വെച്ചു. നല്ല ഇവിടെ ഇപ്പോൾ ഒരു അടിപൊളി ഒരു ഇഷ്യലുണ്ട്. ഇഷ്യൽ കാണാം. ചെറിയൊരു വാട്ടർഫാളാണ്. അടിപൊളി. ഇത് ആക്ച്വലി എൻ്റെ ഗോപ്രോ ചെറിയ ഒരു കംപ്ലൈൻറ്റ്. ഗോപ്രോ ചെറിയൊരു ഡിസ്പ്ലേ വർക്കാവുന്നില്ല. അത് നല്ല വിഷ്വൽസ് കയറും. നല്ല ഭയങ്കര മഴയത്താണ് ഓടിക്കുന്നത്. നല്ല അടിപൊളി സ്റ്റേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ 25 രൂപ എക്സ്ട്രാ കണ്ടാണ് ഇവിടുന്ന് ബ്ലാക്കിൻ്റെ ഫ്യൂൽ വാങ്ങിക്കണത്. വാഗമൺ ടൗൺ കേട്ടോ. ഉച്ചയ്ക്ക് ഏകദേശം 12 മണി. വാഗമൺ ടൗൺ ATM വന്നാ ഈ ജംഗ്ഷനാണ് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നത്. ഇത് വാഗമൺ ഏലപ്പാറ റോഡാണ്. നമുക്ക് പോകുന്നത് വാഗമണിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റാണ്. ഓഫ് റോഡ് എന്ന് ചോദിക്കേണ്ട, ഓഫ് റോഡ് വരാണ്. ഇനി ഇവിടെ നിന്നുള്ളൊരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നുള്ള റോഡ് ഭയങ്കരമായ കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കവും ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡും കല്ലും ചെളിയും ഉള്ള ഒരു റോഡാണ്. നമ്മൾ തന്നെ പെട്ടെന്ന് വിചാരിക്കും വണ്ടി കൂടെ പോവോ. അങ്ങനത്തെ റോഡുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഒരു തേയിലത്തോട്ട് അവിടെ നിന്ന് പോയിട്ട് അവിടെ നല്ല റോഡാ. എന്താണ് വഴി തെറ്റി വന്ന ഒരു വഴിക്കിരുതാ ഫുള്ള്. അന്യ മഴ. ഓഫ് റോഡ് വിഷ്വൽസിനായിരുന്നു നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് എത്രമാത്രം ഓഫ് റോഡ് ആണ് വരാട്ടുമേട് പോണ വഴിയെന്ന്. ലിറ്ററലി ട്രസ്റ്റ് മീ ഗൈസ്, ഒരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു 8 കിലോമീറ്ററോളം അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഇതാണ് വരാട്ടുമേടിൻ്റെ ബേസ്. ഇവിടുന്ന് വെച്ചാൽ ഒരു 1 കിലോമീറ്ററുള്ള ട്രെക്കിംഗ് ഉണ്ട് മുകളിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്ന് കയറണോ അതോ ബൈക്ക് കൊണ്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഏകദേശം 10-20 മിനിറ്റ് ചർച്ച ചെയ്തപ്പോൾ കിച്ചുവിൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടായില്ല. അപ്പോൾ കിച്ചു കയറലാന്ന് പറഞ്ഞു, ചോട്ടും കയറ്റലാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്ന് കയറുന്നതോറും പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാർ ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പ്ലാൻ മാറ്റിയാലോ എന്ന് ആലോചിച്ച് അവസാനം പ്ലാൻ മാറ്റി. പെരും മഴ. അങ്ങനെ വണ്ടി കയറ്റി പാതി എത്തിയപ്പോഴേക്കും അന്യായ മഴ. പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് അങ്ങേയറ്റം വരെ പോകണം, അവിടെയും വരെ പോകണം. നല്ല മഴ. അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ മുകളിലെത്തി. അവിടെ
ഫുൾ കോടാന്ന് പറഞ്ഞാൽ ഫുൾ കോട. ഒറ്റയടിക്ക് കോട പോവും, ഒറ്റയടിക്ക് വെയിൽ വരും, ഒറ്റയടിക്ക് മഴ വരും, ഒറ്റയടിക്ക് കോട വരും. ഇതാണ് വരാട്ടുമേട്. ഇതൊക്കെ ഒറ്റയടിക്ക് ഫുള്ള് കോട. സോ ഇതിന് മുകളിലേക്ക് ആക്ച്വലി കുറച്ചുകൂടിയും പോവാട്ടോ, പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ലേറ്റായി. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 3 മണിയായി. ആൻഡ് വാഗമൺ വരുമ്പോൾ മൊട്ടക്കുന്നും പൈൻ ഫോറസ്റ്റും ഗ്ലാസ് ബ്രിഡ്ജും മാത്രം കണ്ടു പോകാതെ ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ ജെംസ് ഹിൽ സ്റ്റേഷൻസ് വാഗമണിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ട്രസ്റ്റ് മീ, ഇറ്റ് വിൽ ബി സോ അറിയാലോ ഗുഡ്. പാലൊഴുകും പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഓ ഹാപ്പി റൈഡ്, ബൈ. കേറ്റിയ പോലെ അത്ര എളുപ്പമല്ല, ഇറക്കാൻ പാടാ. കേറ്റാൻ മാത്രം പഠിച്ചാൽ പോരാ, ഇറക്കാനും പഠിക്കണം. ഞങ്ങളൊരു മാഗി പിറ്റ് സ്റ്റോപ്പ് എടുത്താണ്. ലോറിക്ക് ഭയങ്കര മാഗി ക്രേവിങ് വന്നു പറഞ്ഞിട്ട് മാഗി കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇഫ് യു ലുക്കിംഗ് ഫോർ എ ബൈക്ക് റൈഡ്, നല്ല മഞ്ഞത്ത്, വെയിലത്ത്, മഴയത്ത്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. ആൻഡ് വരുമ്പോൾ നല്ല റെയിൻവേഴ്സ് തന്നെ ഇട്ട് വരണം, നല്ല ക്വാളിറ്റിയുള്ള തന്നെ ഇട്ട് വരണം. കാരണം നല്ല മഴയുണ്ടാവും. അപ്പോൾ ഉള്ളിലേക്കൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും റൈഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് പറ്റുന്നതും വണ്ടിയിലൊരു ഫോഗ് ലൈറ്റ് ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട്. ആൻഡ് ഇവിടെ അത്ര തണുപ്പില്ല കേട്ടോ. മൂന്നാറിനെ പോലെ, മൂന്നാർ എനിക്ക് ഏകദേശം 1400 സീ ലെവൽ മുകളിലാണ്. വാഗമൺ 1100 സംതിങ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ തണുപ്പില്ല. മാഗി ക്രേവിങ് കഴിഞ്ഞോ? അതുപോലെ തന്നെ ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ സിംഗം 2 ആണോ 1 ആണോ ഒരു കാർ ചേസിങ് സീനൊക്കെ ഉണ്ട്. സൂര്യ കാർ ചേസിങ് സീൻ, അതൊക്കെ ആ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. ചെറിയൊരു കുളവും തേയിലത്തോട്ടും. വാവ്, ചോട്ടൊക്കെ മുന്നിൽ പോയി, ചേട്ടായി വന്നുള്ളൂ. സൂപ്പർ. ഇത്തിരി ലേറ്റായി. അപ്പോൾ ഓരോ സ്ഥലത്ത് നിർത്തണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. ബട്ട് ഈ വ്യൂ കണ്ടൊന്നും നിർത്താണ്ടിരിക്കാൻ പറ്റില്ല. ആ നേരെ കാണുന്ന അവിടെയാണ് വാഗമൺ. ആൻഡ് അവിടെ നല്ല മഴയാണ്. നമ്മൾ അവിടെ നിന്നാണ് ഈ വഴിയാണ് വന്നത്. ഈ വഴി ടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇങ്ങനെയാണ് നമ്മൾ വന്നത്. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കേട്ടോ അല്ലേ? ചോട്ടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ചോട്ട് ചാണകോട്ടു കാലമിയായി. ഇത് വാഗമൺ പോകുമ്പോൾ ഉള്ളൊരു മെയിൻ വളവാണ്. മിക്കവാറും എല്ലാ റൈഡേഴ്സും തന്നെ ഇവിടെ ഒരു ചെറിയ പിറ്റ് സ്റ്റോപ്പ് എടുത്തിട്ടാണ് പോകാറുള്ളൂ. അത്ര നല്ല വ്യൂ ആണ്. ഞങ്ങൾ പോയപ്പോൾ ഇത് കണ്ടുകൂടില്ല, ഫുൾ കോടയായിരുന്നു കേട്ടോ. നേരെ കാരണം ഇല്ലക്കൽ കല്ല്. യെസ്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കോപ്പറില്ലാത്തതിൻ്റെ ചെറിയ അപാകത ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് പറ്റുന്നതും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ, ഹാപ്പി റൈഡ്.